നിജാസ്, ഈ ഒരു പുലരി ഒരു ഒടുവിലത്തെ പുലരിയാകുമെന്ന് ഒരിക്കലും കരുതാത്ത ഒരുപാട് പേരാണ് വെന്തു മരിച്ചു പോയിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നതിനെ പറ്റി ഒരു വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങേക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാണ്? എങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? ഈ എത്ര പേർ പൂർണ്ണമായും ഗുരുതരാവസ്ഥയിലുണ്ട്? ഈ തിരിച്ചറിയാൻ, അതായത് ചികിത്സയിൽ കിടക്കുന്നവർ എത്ര ഇന്ത്യക്കാരുണ്ട്? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറയാമോ? പക്ഷേ തീർച്ചയായിട്ടും പക്ഷേ പറഞ്ഞ പോലെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഇന്നലെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മോർച്ചറിയിലേക്ക് ഇവരുടെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബന്ധുക്കളും മറ്റൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീഹരി പ്രദീപ് എന്ന് പറഞ്ഞ ഒരു കോട്ടയം സ്വദേശിയുടെ അച്ഛനാണ് ഈ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി വരുന്നത്. ഇദ്ദേഹം 6-7 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം എത്തിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഈ മൃതദേഹം നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് കുവൈറ്റിന്റെ സിവിൽ ID എന്ന് പറഞ്ഞൊരു നമ്മുടെ റെസിഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും റെസിഡൻസിന്റെ കോപ്പി വേണ്ടി വരുമ്പോൾ ശ്രീഹരിയുടെ വരുന്നത് കുവൈറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു വിസയുടെ ഒരു കോപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള തികച്ചും സങ്കടകരമായ കാഴ്ചകളാണ്. അതുപോലെ തന്നെ കുറച്ചു മുമ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടതുപോലുള്ള വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് വെക്കുക എന്നുള്ള ഇത്തരത്തില് എന്താ പറയുക, നമ്മൾ ഹൃദയം പൊട്ടുന്ന കാഴ്ചകൾ മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ പരിക്കേറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു 9 പേരാണ് ഗുരുതരമായ അവസ്ഥയിലുള്ളതെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം എല്ലാ വിധത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ചികിത്സ തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 49 എന്നുള്ള ഒരു സംഖ്യയിൽ ഇതൊന്നും കൂടില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഇവിടുന്ന് പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ അല്പസമയത്തിൽ തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ കുവൈറ്റിലെത്തുന്നതോട് കൂടിയിട്ട് ഇവിടുന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എത്രയും വേഗത്തിലുണ്ടാവും എന്നുള്ളത് തന്നെ നേരത്തെ സുരേഷേട്ടൻ പറഞ്ഞതുപോലെ മൃതദേഹങ്ങളെല്ലാം ഒരു വിമാനത്തിൽ ഇങ്ങനെ പ്രത്യേക വിമാനങ്ങൾ ചാർട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പൊ നിലവില് 2 പേരുടെ ഐഡന്റിഫിക്കേഷൻ മാത്രമേ പൂർത്തിയാൻ ബാക്കിയുള്ളൂ. അതിൽ 5 ഫിലിപ്പീൻ സ്വദേശികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ്. ഏകദേശം നമുക്കൊരു കൃത്യമായ ഒരു ഫിഗർ പറയാൻ പറ്റില്ല എന്ന് കൂടിയിട്ട് 23-24 മലയാളികൾ ഈ ലിസ്റ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന ലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് പേരുകൾ വായിക്കുമ്പോൾ ഏകദേശം ആ ഒരു ഇതിലാണ് നമ്മൾ 23-24 എത്തുന്നത്. രഞ്ജിത്ത്, അരുൺ, നൂഹ്, സുമേഷ്, തോമസ്, സിബിൻ, നിതിൻ, സന്തോഷ്, ലൂക്കോസ്, അനീഷ്, ഇത്തരത്തിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള പേരുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഏകദേശം 24ഓളം നമുക്ക് കിട്ടുന്നത്. അതായത് അധികം താമസിയാതെ തന്നെ നമുക്ക് 1-2 മണിക്കൂറിനുള്ളിലായിട്ട് കൃത്യമായിട്ട് എത്ര മലയാളികൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കൂടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ NPTC ഇവരുടെ ജോലി ചെയ്യുന്ന കമ്പനി അല്പസമയങ്ങൾക്ക് മുമ്പ് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ വെള്ളിയാഴ്ചയോട് കൂടി തന്നെ മരിച്ച ആളുകളുടെ മുഴുവൻ മൃതശരീരങ്ങളും നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകളുടെയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നഷ്ടപരിഹാരങ്ങളും കാര്യങ്ങളും കമ്പനി മുന്നിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടെ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് ഇവിടെ മരണപ്പെട്ടിട്ടുള്ള ആളുകളുടെ മൃതശരീരങ്ങൾ ഒരു അവസാനം ഒരു നോക്കി കാണുന്നതിനെ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇവിടെ കുവൈറ്റിലെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ഇന്നലെ രാത്രി ഏറെ വൈകി രാത്രി 1 മണി സമയത്ത് മോർച്ചറിക്ക് മുമ്പിൽ നമുക്ക് കാണാൻ വേണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തകർ എടുത്തു പറയേണ്ട 1-2 പേരുകളുണ്ട്. ജാവീദ്, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തനം കൂടിയിട്ടാണ്, അതുപോലെ തന്നെ ഹബീബ്, ഇവരൊക്കെ അവരുടെ വലിയൊരു പ്രവർത്തനം ഈ ഒരു മേഖലയിലുള്ള സന്നദ്ധ പ്രവർത്തകർ, അവിടെ നിന്നുള്ള താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ, അങ്ങനെയുള്ളവരിൽ നിന്ന് മാത്രമാണ് ഈ നാട്ടിലുള്ള ആളുകൾക്ക് വിവരങ്ങൾ അറിയാൻ പോലും സാധിക്കുന്നത് എന്നുള്ളതാണ്. അത്രയും ദൂരെയാണ്, അന്യദേശത്താണ്. അവിടെ നിന്ന് മരിച്ചവരിൽ തങ്ങളുടെ കുടുംബവും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം തന്നെ അറിയുന്നത് വളരെ വൈകിയാണ്. ഇപ്പോഴും അതിലുള്ള പേരുകൾ മലയാളി പേരുകൾ, ഇന്ത്യൻ പേരുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക്